സന്തോഷങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണേ എന്ന് മുത്തുനബിയാണ് പറയുന്നത്. ഒരാൾ മരണത്തെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ, ആ മരണചിന്ത കടന്നു വന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ് മൻ അക്സറന്നാസി വഅഹ്സമുന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരനുചരം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവനാരാണ്, വിവേകമുള്ളവനാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? അക്സുറുഹും ദിക്റൽ മൗത്ത്. ആരാണോ മരണത്തെ അധികമായി ഓർക്കുന്നത്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവൻ ആരെന്നറിയുമോ? എഞ്ചിനീയർ അല്ല, അല്ലെങ്കിൽ ഡോക്ടറല്ല, വലിയ വലിയ ഉയർന്നവനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു, മരണത്തെ അധികമായിട്ട് ഓർക്കുന്നവനാ, മരണത്തെ അധികമായിട്ട് ഓർക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാഖസിമുൽ ഇസ്തിഅദാദലിൽ മൗത്ത്. മരണത്തെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പടച്ചവന് അനശ്വരമായ ഒരു ജീവിതമുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിയുമല്ലോ, ആ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ എന്ന് മുത്തുനബി പറയാറുള്ള കാരണം അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണ്. ഈ ദുനിയാവിലെ ജീവിതം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലല്ലോ. അതാണ് മഹത്തുക്കൾ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് യാത്രക്കാരാണ്, ഒരു വാഹനം കാത്തു നിൽക്കുന്ന യാത്രക്കാരാണ്, പള്ളിയിൽ നിന്ന് വരുന്ന മയ്യത്ത് കട്ടിലും കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതല്ല യഥാർത്ഥ ജീവിതം. ഇനി ഒരു ജീവിതം വരാനുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം വരാനുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാ, ആ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ. എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും തകർത്ത് കളയുന്ന മരണമുണ്ടല്ലോ, അത് വരുമല്ലോ. എന്തായാലും ഒരു ദിവസം എന്നെ തേടി അസ്രായിൽ കടന്നു വരുമല്ലോ, അത് തട്ടിമാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന് 3 മാസമായപ്പോ അല്ലാഹു എന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസം എഴുതി വെച്ചിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിലാണെന്ന് എനിക്കറിയില്ല, എവിടെ വെച്ചാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് മരിക്കുന്നതെന്ന് എനിക്കറിയില്ല. Want to increase your chances of getting interview calls on Naukri? Here's what most people don't know about. അത് പടച്ചറപ്പിന് മാത്രം അറിയുന്ന രഹസ്യമാ. എന്റെ മരണം പ്രവചിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ, കാരണം അത് അല്ലാഹുവിന് അറിയുന്ന രഹസ്യമാണ്. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, 5 രഹസ്യങ്ങൾ അല്ലാഹുവിനെ അറിയോ, അത് പടച്ചറപ്പിന് മാത്രമേ അറിയോ. അടയാളം പറയാനേ എല്ലാവർക്കും കഴിയോ. ഏതാണ് 5 കാര്യം? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഈ 5 കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതിലെ ഒരു കാര്യം എന്തെന്നറിയുമോ? എന്റെ മരണം പറയാൻ, എവിടെ വെച്ചാണ് മരിക്കുന്നത്, എങ്ങനെ കടന്നാണ് മരിക്കുന്നത്, എന്നെ എവിടെയാണ് കബറടക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് അല്ലാഹുവിന് മാത്രം
അറിയുന്ന രഹസ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മരണം വരുമല്ലോ, അസ്രായിലിനെ കാണുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാ മരണസമയം നീ നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു സംശയവുമില്ല, ലോകത്ത് വന്ന ഒരുത്തനും സംശയമില്ല. അല്ല ഉണ്ടെന്ന് പറയുന്നവനും ഇല്ലെന്ന് പറയുന്നവനും ഇവിടത്തെ നിരീശ്വരവാദിക്കറിയാം ഒരു ദിവസം അവനും മരിച്ചു പോകുമെന്ന്. എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു മരണമുണ്ടെന്ന്. ദൈവമുണ്ടോ ഇല്ലയോ സംശയമാണ്, പക്ഷേ മരണമുണ്ടെന്ന് സർവരും വിശ്വസിക്കുന്നുണ്ട്. കാരണം അല്ലാഹ് പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ആ മരണത്തിന്റെ രുചി അനുഭവിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരാ, ഒരു ദിവസം പള്ളിപ്പറമ്പിൽ പോകേണ്ടവരാ, ഖബറിന്റെ അകത്ത് കിടക്കേണ്ടവരാ, മസ്റയിൽ പോകേണ്ടവരാ, അസ്രായിലിനെ കാണേണ്ടവരാ. എത്ര കാണത്തില്ലെന്ന് പറഞ്ഞാലും, ആ മലക്കിനെ എത്ര പേടിച്ചാലും, ഒരു ദിവസം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വരുമല്ലോ. ഫകസഫിനാ അൻക ഇത്വാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇന്ന് സിറാജിനെ മലക്കുകളെ കാണാനുള്ള കാഴ്ചയില്ല, എനിക്കതിനുള്ള പവറില്ല, എനിക്കതിനുള്ള ശക്തിയില്ല, അതിനുള്ള ഈമാനില്ല. പക്ഷേ റബ്ബ് എനിക്കൊരു ദിവസം തരും, എന്റെ കണ്ണ് റബ്ബ് തുറക്കുകയാണ്. അന്ന് മലക്കുകളെ കാണാ, അസ്രായിലിനെ കാണാ, മലക്കുകൾ എന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് കാണാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ. ആ മരണം വരുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ്, അസ്രായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഒരുക്കണേ, 5 കാര്യങ്ങൾ ചെയ്തു വെക്കണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം എന്തായാലും മരണം നമ്മളെ തേടി വരും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മരിക്കൂല്ലേ? മരിക്കോ? പറഞ്ഞങ്ങാ എന്താ ഷിഹാബുക്ക, മരിക്കോ? മരിക്കൂ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവസാനം നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം വരും. ഇപ്പൊ നമുക്ക് മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ രോഗം പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരടുത്ത് പോയാ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ആളുക വരുന്നു ഇങ്ങനെ പറയുന്നതാണ്. ഈ അസുഖം പിടിച്ച് കിടക്കുന്നവര് മരണത്തിന്റെ സമയം എടുത്തവര് നമ്മൾ കാണാത്ത പലതും അവര് കാണും. എന്റെ ഉമ്മ നിങ്ങൾ ചിരിക്കണേ, ആകാശത്ത് നിൽക്കുന്ന കണ്ടില്ലേ, അത് കണ്ടിട്ട് ചിരിക്കുക. ഒരു ആൾക്കാർ പറയണതാ, ഈ പ്രായമുള്ളവര് നമ്മൾ വിചാരിക്കുക റിലേ പോയിട്ട് പറയാതെ, നമ്മളെന്ത് പറയണ, ഓ ബോധം പോയെന്ന്. ബോധം പോയിട്ട് പറയുക. അടുത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടും പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരിക്കുന്നതിന്റെ തലേ ദിവസം പറഞ്ഞു, നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ, നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ. അപ്പൊ ഉമ്മയുടെ അടുക്കൽ, ഉമ്മയ്ക്ക് രോഗമൊന്നുമില്ല, മകൾ അടുത്തിരുന്നിട്ട് പറയും, എന്റെ ഉമ്മ ഇത്ത തന്നെ പറയണ പഠിച്ചോനെ, ഞാൻ വിചാരിച്ചെന്റെ ഉമ്മയുടെ ബുദ്ധി പോയിട്ട് പറയാം. കറക്റ്റ് പിറ്റേ ദിവസം രാവിലെ അവര് പോയി. മരണം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ? മരിക്കൂന്ന് ഉറപ്പാണ്. നിരീശ്വരവാദി പറയുന്നത് ദൈവം ഇല്ലാന്ന് അല്ലേ? ജബ്ബാറിന് എന്തല്ല അല്ലേ? ദൈവമില്ല എന്ന് പറയുന്നവരാണ് നിരീശ്വരവാദികൾ. ആ നിരീശ്വരവാദിയും പറയുന്നുണ്ട് ഒരു ദിവസം മരിക്കുമെന്ന്. അവൻ അതിന് സംശയമില്ല. അപ്പൊ എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കും. കുഴിച്ചിട്ടാലും കരിച്ചാലും ഇനി എന്ത് ചെയ്താലും മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഒരു ദിവസം പോകും. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ആ മരണം വരുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ നടത്തണം. ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഒരുങ്ങണമല്ലോ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് എല്ലാ കിതാബ് എടുത്ത് നോക്കിയാൽ ഈ സഹാബിയുടെ ഹദീസ് കാണാം.
ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിട്ട് കരയുക. മരണസമയത്ത് കിടന്ന് കരയുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിക്കുന്നു, അല്ല അബൂ ഹുറൈറ, എന്തിനാ അപ്പൊ നിങ്ങൾ കരയണേ? റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയല്ലേ, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയല്ലേ, നിങ്ങൾ എന്തിനാ കരയണേ? മരിക്കാൻ പേടിച്ചിട്ടാണോ? അല്ല, വലിയ ഒരു യാത്ര തുടങ്ങുകയല്ലേ, കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ലല്ലോ. ആരാ അബൂ ഹുറൈറ? പടച്ചോനെ പട്ടിണി കിടന്ന ചരിത്രം പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അസ്ഹാബുൽ സുഫ് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രമല്ലാതെ വേറൊന്നുമില്ലാത്തൊരു വിഭാഗം. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും കഴിക്കാൻ ആഹാരമില്ലാത്തവർ പള്ളിയുടെ വെളിയിൽ ഇങ്ങനെ കിടക്കും, മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കും. ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ കൊടുക്കും, അതാ കഴിക്കാറ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ചരിത്രം വായിച്ചു നോക്ക്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ കമിഴ്ന്ന് കിടന്നിട്ട് മണ്ണു വാരി ഇങ്ങനെ ഇടാ. ഭ്രാന്ത് പിടിച്ചെന്ന സഹാബികൾ വിചാരിച്ചത്, പക്ഷെ വിശപ്പ് കാരണമായിരുന്നു. ഇത്രയും പട്ടിണി കിടന്ന സഹാബി, തനിക്ക് 96 വയസ്സായപ്പോഴും അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ, വ്യഭിചാരത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ എന്ന് 96ാമത്തെ വയസ്സിൽ പള്ളിയിൽ ഇരുന്നിട്ട് ദുആ ചെയ്യാ. അപ്പോഴാ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, അല്ലുപ്പാ, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റൂലല്ലോ, 96 വയസ്സായില്ലേന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴും പറഞ്ഞത്, എനിക്കാ വയസ്സായത്, ഇബ്ലീസിന് വയസ്സായില്ലല്ലോ. അങ്ങനെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൂച്ചയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിൽ പൂച്ച ഇരുന്നപ്പോ, ആ പൂച്ച ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് പൂച്ചയോട് സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോ മരിക്കുന്ന കാലം വരെ പൂച്ചയെ സ്നേഹിച്ച സഹാബി, അതാ അബൂ ഹുറൈറ, പൂച്ചയുടെ വാപ്പാന്ന് വിളിച്ചേ. സത്യത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേരങ്ങനല്ല, എന്നിട്ടും ആ പേര് വിളിച്ചത് പൂച്ചയുടെ വാപ്പ. അത്രയും കരുണ കാണിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണസമയം അടുത്തപ്പോ കരഞ്ഞത് എന്തിനെന്നറിയുമോ? അല്ലാഹുവേ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര തുടങ്ങുകയാണ്, കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ, എന്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കരയുന്നത്.